ഇടുക്കി പൂപ്പാറയിൽ കുടിവെള്ള വിതരണ പദ്ധതി അവതാളത്തിലായി. ജലജീവൻ മിഷന്റെ പൈപ്പ് കത്തിനശിച്ചതിനെ തുടർന്നാണ് പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ മാർച്ച് 1-നാണ് എസ്റ്റേറ്റ് പൂപ്പാറയിൽ വില്ലേജ് ഓഫീസിന് സമീപം മൈതാനത്ത് സൂക്ഷിച്ചിരുന്ന 70 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് കത്തി നശിച്ചത്. നെടുങ്കണ്ടം, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും നാട്ടുകാരും ചേർന്ന് 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീകെടുത്തിയത്. 2,60 ലക്ഷം രൂപയുടെ പൈപ്പുകൾ കത്തി നശിച്ചതായാണ് ജലവിഭവ വകുപ്പിന്റെ കണക്ക്. പൈപ്പുകൾ നശിച്ചതോടെ രാജകുമാരി, ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി. പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് റോഡുകളുടെ ഇരുവശവും കാനകൾ തീർത്തിരുന്നു. ഗ്രാമീണ കോൺക്രീറ്റ് റോഡുകളും ടാറിംഗ് റോഡുകളും കുത്തിപ്പൊളിച്ചാണ് പൈപ്പുകൾ സ്ഥാപിച്ചത്. 1 മാസത്തിനകം പുനർനിർമ്മിച്ചു നൽകാമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡുകൾ പണിയാനോ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനോ നടപടിയായില്ല. മഴക്കാലമായതോടെ ഇതുവഴിയുള്ള സഞ്ചാരവും ദുർഘടമായി. പൂപ്പാറ ജലജീവൻ പദ്ധതിയുടെ കത്തിപ്പോയതിനെ തുടർന്ന് ജലജീവൻ പദ്ധതിയുടെ പരിപാടികളെല്ലാം മുടങ്ങിക്കിടക്കാം. ഞങ്ങളുടെ റോഡ് മൊത്തം വെട്ടിപ്പൊളിച്ച് എല്ലാ വീട്ടിലേക്കും കണക്ഷൻ കൊടുത്തതെല്ലാം പൊളിച്ച് കോൺക്രീറ്റിൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുക. വണ്ടിയും വരികയില്ല, ഒന്നും വരികയില്ല. വലിയ വണ്ടിക്ക് ഇവിടെ ലോഡ് വന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഒന്നും വരത്തില്ല. ഇപ്പോൾ ഏതായാലും ഭയങ്കര കഷ്ടമാണ്. റോഡിൽ കൂടെ ഇറങ്ങി വരാനോ വലിയ വണ്ടികൾ വരാനോ ഒന്നും പറ്റുകയില്ല. എറണാകുളം സ്വദേശിയാണ് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി ശാന്തൻപാറ, രാജകുമാരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പൈപ്പ് സ്ഥാപിക്കാൻ കരാർ എടുത്തിരുന്നത്. കത്തി നശിച്ച പൈപ്പുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ പൈപ്പ് കത്തിയതിന്റെ നഷ്ടം ആരാണ് വഹിക്കേണ്ടത് എന്ന കാര്യത്തിൽ ജലവിഭവ വകുപ്പിന് അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ. ശാന്തൻപാറ, രാജകുമാരി പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.